ദീർഘകാലം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ, അതുപോലെ തന്നെ IT പ്രൊഫഷണലുകൾ, ഇവരെല്ലാം ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ 1-2 തവണയെങ്കിലും കുറച്ച് ദിവസങ്ങൾ മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. ഇവർക്ക് വളരെ ഫലപ്രദമായ കുറച്ച് ചികിത്സാ രീതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നേത്രധാര. ഇത് കണ്ണുകളുടെ നനവും കുളിർമയും നിലനിർത്താനും അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാനും സഹായിക്കുന്നതാണ്. ശിരോധാര, ഇത് കണ്ണുകളുടെ സ്ട്രെയിൻ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു റിലാക്സേഷനും കൂടി കിട്ടാൻ സഹായിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. നേത്രക്കിഴികൾ, ഇത് വളരെ ചെറിയ ചൂടിൽ, അത് ചൂടെല്ലാം വളരെ നമ്മൾ മോണിറ്റർ ചെയ്ത് ഒരു 34 ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ടാണ് കൺപോളയിൽ പിടിക്കുക. കൺപോളയിലെ നീർക്കെട്ടെല്ലാം മാറ്റിയെടുത്ത് രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. പുറംപട അല്ലെങ്കിൽ വിടാലകം, ഇത് ചെയ്യുന്നത് കൊണ്ട് കണ്ണുകൾക്ക് തണുപ്പ് കിട്ടാനും കൺപോളകളിലെ രക്തസഞ്ചാരം വർദ്ധിപ്പിച്ച് കണ്ണുകൾക്ക് ഉന്മേഷം ലഭിക്കാനും സഹായിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് നസ്യം. ഇത് കണ്ണുകൾക്ക് മാത്രമല്ല, സൈനസൈറ്റിസ് പോലെയുള്ള അവസ്ഥയിൽ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കൂടുതൽ നേരം നമ്മൾ ഉപയോഗിക്കുന്ന അവസ്ഥയിൽ നമ്മൾ കഴുത്ത്, ഷോൾഡർ, ഇവിടെ എല്ലാം നീർക്കെട്ട്, മസിലുകൾക്ക് സ്പാസം എല്ലാം ഉണ്ടാവും. ഇതിനൊക്കെ കുറയ്ക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നസ്യം. ഇത്തരത്തിൽ നമ്മൾ ആയുർവേദ രീതിയിൽ ഈ കമ്പ്യൂട്ടർ അധികം ഉപയോഗിക്കുന്നത് മൂലമുണ്ടാവുന്ന, കണ്ണുകൾക്ക് മാത്രമല്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ കണ്ണുകൾക്ക്, കഴുത്തിന്, ഷോൾഡറിന്, ഇത്തരത്തിലെല്ലാ അവസ്ഥയിലേക്കും, അതുപോലെ നമുക്ക് സ്ട്രെസ് കൂടും, സ്ട്രെയിൻ ഉണ്ടാവും. ഈ അവസ്ഥകൾക്ക് എല്ലാം ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട്.